തിരികെ വാർത്തകളിലേക്ക്. പ്രതിസന്ധി ഉണ്ടായിട്ടും മലയാളികൾ നാട്ടിൽ പോകാതിരുന്നത് സുരക്ഷിതമായ ജോലിയും ഭാവിയും കണ്ടാണെന്ന് എം.എ. യൂസഫ് അലി. ഗൾഫ് രാജ്യങ്ങൾ പ്രതാപത്തോടെ ഇനിയും വളരും. യുദ്ധസമയത്ത് വൻതോതിൽ ചരക്ക് നീക്കത്തിന് ഓരോ ഗൾഫ് രാജ്യങ്ങളും പരസ്പരം സഹായിച്ചു. പ്രതിസന്ധികൾ വൈകാതെ നീങ്ങി പുതിയ സാമ്പത്തിക പദ്ധതികളിലേക്ക് വിജയകരമായി രാജ്യങ്ങൾ നീങ്ങുമെന്നും യൂസഫ് അലി സൗദിയിൽ പറഞ്ഞു. ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ പുതിയ പദ്ധതി പ്രഖ്യാപനത്തിനിടെയാണ് എം.എ. യൂസഫ് അലി മാധ്യമങ്ങളുമായി സംസാരിച്ചത്. യുദ്ധസമയത്ത് സൗദി ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാ പിന്തുണയും നൽകി. നൂറുകണക്കിന് കണ്ടെയ്നറുകളിൽ ചരക്കുകളെത്തി. സൗദി എയർലൈൻസ് ഉൾപ്പെടെ ചാർട്ടേഡ് വിമാന സർവീസിനായി വിട്ടു നൽകി. അവര് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഞങ്ങളോട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു. അതുകൂടാതെ സൗദി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ ഏത് രാജ്യങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, ഞങ്ങൾ പുറത്തും സപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഷോർട്ടേജ് ഇവിടെ ഒരിക്കലും ഞങ്ങൾക്ക് മാത്രമല്ല വേറെ ഒരിക്കലും ഷോർട്ടേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി മീറ്റ് ഞങ്ങൾ 47 കണ്ടെയ്നർ മീറ്റ് പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവന്നു. ഈ പ്രതിസന്ധി ഗൾഫ് മറികടക്കും. ഒരു മാന്ദ്യവും ഗൾഫിനെ ബാധിക്കില്ല. പുതിയ തൊഴിലവസരങ്ങൾ ഇനിയും സൃഷ്ടിക്കപ്പെടും. ഈ യുദ്ധവും പ്രതിസന്ധിയും അധികം വൈകാതെ നീങ്ങുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇനിയും അവർ തരണം ചെയ്യും. ഇവിടെ യാതൊരു വക പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമ്പത്തിക മാന്ദ്യമോ GCC രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇനിയും നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കും. ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ അവർ ക്ലിയർ ചെയ്യും. ഈ ഒരു സാഹചര്യം ഒരു ഉടനെ മാറിപ്പോകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയധികം സംഘർഷ സാഹചര്യം ഉണ്ടായിട്ടും മലയാളികളും മടങ്ങാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ടെൻഷൻ സമയത്ത് നാട്ടിൽ പോയില്ലല്ലോ. പോയാ? പോകാൻ ചിന്തിച്ചോ? എന്താണത്? ഇവിടെ സേഫ്റ്റി ഉള്ളത് കൊണ്ടാണല്ലോ. ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ. ഇവിടെ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണല്ലോ. ഈ രാജ്യങ്ങളിൽ നിന്ന് പോകാതിരിക്കാൻ ചിന്തിച്ചത് എന്താ? ദാറ്റ് മീൻസ് ഈ രാജ്യം സേഫാണ്. സൗദിയിൽ 20ഓളം ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ഒരുങ്ങുകയാണ്. 100 ലുലു ഹൈപ്പർ എന്ന സ്വപ്നത്തിനരികിലാണ് ഗ്രൂപ്പ്. സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിട്ട് ഗൾഫ് ഈ സമയവും വേഗത്തിൽ മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.